എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ വീട്ടിൽ പോവാട്ടോ. ഹസ്ബൻഡ് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ പോയിക്കണം. അപ്പോൾ ഞാനും പിള്ളേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് നാളെയാണ് വരുള്ളൂ. വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ റെഡിയായി നിൽക്കുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്നെ കൊണ്ടുപോകാനായിട്ട് ബ്രദർ വരും. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. തൊട്ടടുത്ത് തന്നെയാണ് വീട്. നടന്നു പോകാനുള്ള ഒരു വഴിയൊക്കെ ഉള്ളൂ എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്ക്. എങ്കിലും ദേ അനസ് വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ബിൽഡിങ് പണിയണോടത്ത് ഉണ്ടായിരുന്ന അനസ്. അപ്പോൾ അതാരണം പിന്നെ അനസ് കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 വീലറിനാണ് പോണത്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണേ. അപ്പോൾ ആദ്യം തന്നെ അതേ പിള്ളേരെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ പോണത്. വീട്ടിലേക്ക് വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് പോണത്. പക്ഷേങ്കിൽ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ സർപ്രൈസ് ആയത്. കാരണം ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നേ. ഞങ്ങൾക്കും കൂടി ഉള്ളൊരു കല്യാണമായിരുന്നു. അപ്പം ഞാൻ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കണമായിരുന്നു. റെഡിയായിട്ടില്ല, പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. പിന്നെ മാത്രമല്ല, നാത്തൂനാണെങ്കിൽ വീട്ടിലും പോകുമായിരുന്നു. വൈകിട്ട് അവർക്ക് അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടും പോകുന്നുള്ളൊരു രീതിക്ക് അതിന് ഞാനാണ് ആകെ സർപ്രൈസായി പോയത്. അപ്പോൾ നമ്മൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അതേ പിള്ളേരൊക്കെ അങ്ങനെ അതേ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. സെറു ബേബിയൊക്കെ ഇപ്പോൾ നമ്മളായിട്ട് ഭയങ്കര കൂട്ടായിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് റാസും പാത്തും ഒക്കെ ആയിട്ട് ഫുൾ ടൈം കളിയാണ്. അപ്പം ഞാൻ ദേ എടുത്ത് ക്യാമറയിൽ നോക്കി ഒന്ന് ചിരിക്കടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും ചിരിക്കണേയില്ല. ആളിങ്ങനെ ഗൗരവത്തിൽ മുഖം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ വന്നേക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചതേ ഞങ്ങളെല്ലാവരും കൂടിയാണ്ട് വരുന്നു ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഇവരെല്ലാവരും റെഡി ആയിട്ടുണ്ട് കല്യാണത്തിന് പോകാനായിട്ട്. അപ്പം ഞാൻ മാത്രം പോണില്ല കേട്ടോ. ഒന്നാമത്തേൽ യാത്രാ ക്ഷീണവും പിന്നെ മാത്രമല്ല ഇവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഉമ്മാനെ നോക്കാൻ ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. എങ്കിലും ഉമ്മാക്ക് ചെറിയൊരു വയ്യാകെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി റെഡിയായി പോവുകയാണ്. ഇതെൻ്റെ ഇളയ അനിയനാണ് റഹി. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. മൂത്ത അനിയൻ അനസ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യം വന്നില്ലേ, അപ്പോൾ അതാണ്. അങ്ങനെ അവരിതേ കല്യാണത്തിന് പോയി. പെരുമ്പാവൂരാണ് കേട്ടോ കല്യാണം വരുന്നത്. ഉമ്മാക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉമ്മ കിടക്കുകയാണ്. ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പനിയൊന്നുമില്ല ആൾക്ക്. അങ്ങനെ കിടപ്പിലാണ് ഉമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കല്യാണത്തിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ തന്നെ ഒരു കല്യാണം ഉണ്ടാ. അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. എനിക്ക് എന്തായാലും കൂടാനൊന്നും പറ്റിയിട്ടില്ല. പിള്ളേരെല്ലാവരും അടിച്ചു പൊളിച്ചായിരുന്നു കല്യാണം. അങ്ങനെ ആ ഒരു ചെറിയൊരു ഭാഗം ഞാനത് ഇട്ടതാണ്. അപ്പോൾ അതേ ഉമ്മ അവിടെ എണീറ്റിരിപ്പുണ്ട്. ഉമ്മാക്ക് കഞ്ഞിയാണ്ടോ കൊടുക്കണം. വായിക്ക് വലിയ രുചിയൊന്നും ഇല്ലാന്നും പറഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയൊക്കെയാണ് ഉമ്മച്ച റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്തേ ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ പോകണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ നാത്തൂൻ്റെ വീട്ടിൽ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് പിള്ളേർ. മൊത്തത്തിലൊരു സൈലൻറ്റിലാണ്. പോണേൻ്റെ ഒരു വിഷമം. പോകണമെന്നുണ്ട് പോകണ്ടെന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതി. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയിലെ ആണ്ട് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് നെയ്ച്ചോറ് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പരിപ്പറിയൊക്കെ റെഡിയാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്തവണത്തെ വരവിൽ പള്ളിച്ചോറ് കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ. അങ്ങനെ അനസ്വതയെ തിരിച്ചു വന്നപ്പോഴത്തേനും കുറേ ഷേക്കൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ പോയപ്പോൾ റാസിനെയും പാത്തൂനായിട്ടാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് അവരെ കടയിൽ കയറ്റി ഷേക്കൊക്കെ കുടിപ്പിച്ച്. ഇത് കണ്ടില്ല, അതിൻ്റെ ഒരു ക്ലിപ്പാണിത്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് പാർസൽ വാങ്ങിയിട്ട് വന്നാണ്ട് അങ്ങനെ ഞാനും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനിത് എൻ്റെ റൂമിൽ വന്നേക്കുണ്ട്. അപ്പോൾ എൻ്റെ റൂം മേളിലാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ റൂമിൽ വന്ന് കുറേ നേരം അങ്ങനെ കിടന്നു. ഇപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ഉമ്മച്ചിയുടെ അനിയത്തി ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് ഉമ്മാനെ കാണാൻ. മകു വയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഉമ്മാനെ കാണാൻ വന്നാണ്. അതിൻ്റെ ഇടയിൽ ഞാനാണെങ്കിൽ ഫുൾ വർത്താനമാണ്.
ഉമ്മച്ചിയായിട്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ വർത്താനത്തോട് വർത്താനമായിരിക്കും. ഉമ്മച്ചിയാണെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഇടിയപ്പവും ബീഫ് കറിയും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഉമ്മാക്ക് വയ്യാത്ത കാരണം അവരെല്ലാവരും കൂടി വന്നാണ് ഉമ്മാനെ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ പോരാത്തതിന് ഞാനും കൂടി ഉള്ള കാരണം പിന്നെ കുറേ നേരം ഇരുന്നു. അപ്പോൾ ഇത് എളാപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ കാറാണ്ടോ, അതിനാണ് അവർ വന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് മൂത്തുമായും വന്നിട്ടുണ്ട് വർത്താനത്തിനായിട്ട്. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെയും കുറേ സമയം പോയി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയാൽ ഇങ്ങനെയൊക്കെയാണല്ലേ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും വർത്താനം പറയാനായിട്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ ഡിന്നറിനും. പിള്ളേർക്ക് ഇതൊക്കെ തന്നെയാണല്ലോ ഇഷ്ടം. അപ്പം ഞാനാണെങ്കിൽ അനസ് ഒരു റോള് കൊണ്ടുവന്നിട്ടുണ്ടായേ ഷവർമ്മ പോലെ. അപ്പോൾ അതൊക്കെയാണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേന്നായപ്പോൾ പിന്നെ ഉമ്മാക്ക് പിന്നെയും ചുമയൊക്കെ കൂടി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്ന ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. മരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറ്റിയാണ്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറാനായിട്ട് ഉമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ പിടിച്ച് കയറ്റിയാലേ പറ്റുള്ളൂ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റഹിക്കും ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻകറിയൊക്കെയാണ്. മീൻകറി, മീൻ വറുത്തത്, അതുപോലെ തന്നെ ബീൻസ് തോരൻ, പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ ഇഞ്ചിക്കറി, അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മീൻകറിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അമേരിക്കയിലെ മീനുകളൊന്നും പോലെ അല്ലല്ലോ, നമ്മുടെ നാട്ടിലെ മീനൊക്കെ എന്ത് ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റഹീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട. അവനും ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഡോക്ടറെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പോൾ എല്ലാവർക്കും ആകെ ചുമയും പനിയും ഒക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ആകെ ബോറടിയായിരുന്നു. എങ്കിലും ഫുൾ ടൈം കളി തന്നെയാണ് ഇവിടെ വന്നിട്ടും. നല്ല മഴയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റണില്ല. പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെ, പുറത്തേക്ക് ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉമ്മച്ചി കട്ടൻ ചായയും പൊരിയും പിന്നെ അതുപോലെ മിക്സറൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഇങ്ങനെ കട്ടൻ ചായയിൽ പൊരി, അതുപോലെ അച്ചപ്പം, ചിപ്സ് അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കണത്? എനിക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോഴും ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.